KPCC റിപ്പോർട്ട് തള്ളി അനിൽ അക്കര തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അതില്ലാതാക്കാനുള്ള ചിലരുടെ ശ്രമഫലമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് അനിൽ അക്കര പറയുന്നു. ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, കോൺഗ്രസിലും ഇതൊരു ആഭ്യന്തര വിഷയമായി മാറിയിരിക്കുന്നു. ഇന്ന് മുരളീധരൻ TN പ്രതാപനെതിരെ രംഗത്ത് വന്നു. ഇപ്പോൾ അനിൽ അക്കരയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള കലഹങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു റിപ്പോർട്ടാണ്. അതിന്റെ തുടർച്ച എന്നോണം ഇന്നിപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണേണ്ടത്. ഇതിനകത്ത് പ്രതാപനെതിരെ K മുരളീധരൻ റോളിയാൻ പറയുമ്പോൾ തന്നെ ഇന്ന് അനിൽ അക്കരെ ഈ റിപ്പോർട്ട് വ്യാജമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇടുന്നു. ആ ഫേസ്ബുക്ക് ലൈവിനകത്ത് കൃത്യമായി പറയുന്നത് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ ചിലർ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് പറയുന്നു. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ടിലെ ഒരു പ്രത്യേക പേജ് മാത്രം വ്യാജം എന്നാണ് ഈ അനിൽ അക്കരെ അവകാശപ്പെടുന്നത്. അനിൽ അക്കരെ ഈ ഫേസ്ബുക്കിൽ തന്നെ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം, അതായത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അനിൽ അക്കരെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ തനിക്ക് അയച്ചു തന്ന സാഹചര്യത്തിൽ ഇത് ഒറിജിനൽ അല്ല, ഇത് വ്യാജനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് താൻ ഇത് ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിലവിൽ DCCക്ക് സ്ഥിരം അധ്യക്ഷനില്ല. DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത് VK ശ്രീകാന്ത് MP ആണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ DCCക്ക് പുതിയ പ്രസിഡന്റ് വന്നേക്കും എന്ന അഭ്യൂഹങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറയുന്നതിനോടൊപ്പം ഇത് തന്റെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് അനിൽ അക്കര പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മുമ്പ് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന നിലവിൽ KC വേണുഗോപാലിനോട് അടുത്തു വെക്കുന്ന ജോസഫ് ടാജറ്റ് എന്ന നേതാവുണ്ട്. ജോസഫ് ടാജറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം മുതിർന്ന പാർട്ടി പ്രവർത്തകരും താൻ DCC പ്രസിഡന്റ് ആകാതിരിക്കാനാണ് KPCC അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവിട്ടത് എന്ന പ്രതികരണവുമായി അനിൽ അക്കര രംഗത്ത് വന്നിരിക്കുന്നു.